യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 39-40 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഒരുപാട് നേരം ശുശ്രൂഷയിലേക്ക് പോയി ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുപരിചിതമായ ചില ഭാഗങ്ങൾ നിങ്ങൾ പങ്കുവെച്ച് എന്നെ സഭയിലൂടെ കാണുന്നവരും ഇന്റർനെറ്റ് മുഖാന്തരം കാണുന്നവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ ഉണ്ടായിട്ട് ഞാൻ ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളെ കോട്ടേജ് മീറ്റിങ്ങിനകത്ത് പങ്കുവച്ചൊരു വിഷയമുണ്ട്. യേശു കർത്താവ് ശാസ്ത്രിമാരുടെയും ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും പള്ളിപ്രമാണിമാരുടെയും ഒക്കെ ആ കപട ഭക്തിക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതായി നമ്മൾ പഠിച്ചു. ശബത്ത് ദിവസം സൗഖ്യമാക്കിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ കോട്ടേജ് മീറ്റിങ്ങിൽ പഠിച്ചതാണ്. ഇന്ന് വ്യത്യസ്തമായ ഒരാശയം, അതിൻ്റെ തുടർച്ചയല്ല, മറ്റൊരാശയമാണ് നിങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39-40 വാക്യങ്ങൾ ശുഭാസ് വായിച്ചാൽ. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത് പറഞ്ഞിട്ട് വല്ല വിശ്വാസമൊക്കെ ഉണ്ട്. അവളെന്തോ പറഞ്ഞത്? കർത്താവേ 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നാറ്റം പിടിച്ച അവസ്ഥയാണെങ്കിലും എന്റെ കർത്താവ് പറയുക, വിശ്വാസത്തിന്റെ തടസ്സമായി നിൽക്കുന്ന കല്ലുകൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉരുണ്ടു മാറിയ നിന്റെ ജീവിതത്തിൽ നിന്ന് അസാധാരണമായ വിടുതൽ ഉണ്ടാകും. ചിലത് ഉറയ്ക്കാൻ പറ്റാത്ത, ചിലതിലേക്ക് ഉറയ്ക്കാൻ പറ്റാത്ത, ചിലത് ഉൾക്കൊള്ളാൻ പറ്റാത്ത, ചിലത് നിന്റെ അകത്ത് കയറിയിട്ടില്ലേ, നടക്കത്തില്ല. കർത്താവിന് അറിഞ്ഞുകൂടാ എന്റെ അവസ്ഥ എന്താണ്. ഒരുത്തൻ 18 വർഷമായിട്ട് സൗഖ്യം പ്രതീക്ഷ എടുത്ത് കിടക്കി. കർത്താവിനോട് പറഞ്ഞു, നിനക്ക് സൗഖ്യമാവാൻ മനസ്സുണ്ടോ? അവൻ പറയുക, എന്നെ ആരും വെള്ളം കലങ്ങുമ്പോൾ ഇറക്കാൻ ആരുമില്ല, എനിക്ക് സൗഖ്യമാകാൻ എന്നെ അങ്ങോട്ട് ഇറക്കാൻ ആരുമില്ലെന്ന്. അങ്ങോട്ട് ഇറക്കുന്ന കാര്യമാണോ കർത്താവ് ചോദിച്ചത്? കർത്താവ് എന്താ ചോദിച്ചത്? സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഇപ്പൊ ചോദിക്കുന്നതിന്റെ മറുപടിയാണോ കിട്ടുന്നത്? ഇവിടെ മാർത്ത പറയും, എന്താ പറഞ്ഞത്? കല്ലുരുണ്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ മാർത്ത പറയാണ്, അയ്യോ 4 ദിവസമായി നാറ്റം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഭാഗമാണ് ലാസറിന്റെ കല്ലറയ്ക്കൽ നിൽക്കുന്ന യേശു തമ്പുരാൻ. കർത്താവ് അവരോട് പറയുന്നു, കല്ലുരുട്ടി മാറ്റുക. ഹല്ലേലൂയ. വിശ്വാസത്തിൽ തടസ്സമായി നിൽക്കുന്ന, ചിലത് ഉൾക്കൊള്ളാൻ പറ്റാത്ത തലത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഠിനതയുടെ അനുഭവം ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ മധ്യത്തിൽ ഉരുണ്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എത്ര നാറ്റം വെച്ചതാണേലും വിടുതലായത് പുറത്തു വരേണ്ടതിന്, വിടുതലോട് പുറത്തു വരേണ്ടതിന്, ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് നിന്റെ ഹൃദയം എഴുതിത്തള്ളിയതിനകത്ത് ചില മറുപടികൾ ഉണ്ടാകേണ്ടതിന്, നിന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കല്ലുകളിൽ ഉരുണ്ടു മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചിലതിനെ പൊടിച്ചു കളയുന്ന, ചിലതിനെ ഉരുട്ടിക്കളയുന്ന ഒരു ശക്തിയുടെ വ്യാപാരം ഇന്നത്തെ ശുശ്രൂഷയുടെ അകത്ത് ഓരോ വ്യക്തി ജീവനും ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ ബോധ്യമുള്ള ഒരു കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ട്, ഒരു മാറ്റം വരുമെന്ന് ബോധ്യമുള്ള ഒഴുകിക്കൊടുന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. സ്തോത്രം. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അല്ലെ വേണ്ട, സ്വന്തമേ നെഞ്ചത്തോട്ട് കൈവച്ച് പറഞ്ഞാട്ട്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോവുക, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോവുക. സ്തോത്രം. അടുത്ത് എനിക്ക് കൈ കൊടുക്കാൻ പറ്റാവുന്ന ഡിസ്റ്റൻസിൽ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്കൊന്ന് കൈ കൊടുത്ത് പറയാം, വലിയ മാറ്റം ഉണ്ടാകും പറഞ്ഞു. ഒന്ന് കൈ നീട്ടി പറയാം, വലിയ മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ. പറഞ്ഞു, ഒന്ന് പറഞ്ഞാട്ട്, കൈ കൊടുത്ത് പറഞ്ഞാട്ട്, വലിയ മാറ്റം ഉണ്ടാകാൻ പോവാ. പറഞ്ഞില്ല, ചുമ്മാ പുറത്തു തൊടാനില്ല. ആ, ഹല്ലേലൂയ.
എന്തോ എന്തിപ്പോ പറഞ്ഞേ? വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. കാപ്പി ആയോ അല്ലേ? അങ്ങനെ ചോദിക്കുന്നവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ചായ കുടിക്കാറായോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണമെന്നുള്ളത് ചിന്തിച്ചാൽ മതി അല്ലേ? അങ്ങനെയുള്ളൊരു ചിലരൊക്കെ ഇതിനകത്തുണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തി പുറത്ത് കൈവച്ചപ്പം ചായ ആയോ എന്ന് ചോദിച്ചവർ ആരെങ്കിലും ഉണ്ട്? ചിലർക്ക് സുപ്രഭാതമായി വരുന്നതേ ഉള്ളൂ, നേരം പുലർന്നിട്ടില്ല. ഇന്ന് വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ചില കല്ലുരുട്ടിക്കളയുന്ന കാര്യം പറയുന്നത് കേട്ടോ കേട്ടോ. അടുത്തിരിക്കുന്നവരെ നോക്കി ചിരിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് ചില കല്ല് ഉരുണ്ടുപോയി പറഞ്ഞു. ചില കല്ല് നീ എത്ര ശ്രമിച്ചാലും അതിനെ അവിടെ ഇരിക്കത്തില്ല, ഉരുണ്ടു പോകും കേട്ടോ. ഹല്ലേലൂയ. അതിനെ പൊടിച്ച് കളയും. ഇതിന്റെ അകത്തോട്ട് വചനം ക്രിയ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്ന കുറെ കല്ലുകളില്ലേ, ആ കല്ലിന്ന് ഉരുട്ടി മാറ്റുമെന്നാ പറയുന്നത്. അത് മാറിയെങ്കിൽ എന്തുണ്ടാകത്തുള്ളൂ? ഒരു അത്ഭുതം ഉണ്ടാകത്തുള്ളൂ. അടുത്തിരിക്കുന്ന വ്യക്തി പുറത്തോട്ട് തട്ടിട്ട് പറഞ്ഞിട്ട് ഇന്നൊരു അത്ഭുതം ഉണ്ടാവും പറയാം. ഇങ്ങനെ പറഞ്ഞു ഇന്നൊരു അത്ഭുതം ഉണ്ടാകും പറഞ്ഞു. ഹല്ലേലൂയ. അല്ലെങ്കിൽ സ്വന്തം നെഞ്ചത്തോട്ട് കൈവച്ച് പറഞ്ഞാൽ ഇന്നൊരു അത്ഭുതം ഉണ്ടാകും പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ അത്ഭുതം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? കല്ലുരുണ്ട് മാറണം. കല്ലുരുണ്ട് മാറണം. ഇവിടെ യേശു കർത്താവ് ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ വന്നതുകൊണ്ട് പറയുകയാണ്, കല്ലുരുട്ട് മാറ്റുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽക്കാലം യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും കൈ കൊടുത്ത് പറഞ്ഞാട്ട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയാം. അത് ചിരിച്ചോണ്ടൊക്കെ പറഞ്ഞ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ സ്തോത്രം. 39-40 വാക്യം നമ്മളിപ്പോ വായിച്ചത്. എബ്രായർ 11:29. എബ്രായർ 11:29. വിശ്വാസത്താൽ അവർ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടെ കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കി മുങ്ങിപ്പോയി കേട്ടോ. ശ്രദ്ധിക്കണേ, നീ ചെയ്യുന്നത് പോലെ ചെയ്യാൻ നോക്കിയ പലതും മുങ്ങിപ്പോകും കേട്ടോ. അവൻ ആ സക്സസ് ആയല്ലോ. ഇത്രയും പ്രശ്നത്തിലൂടെ നിന്നവൻ സക്സസ് ആയല്ലോ. ഇത്രയും വിഷയങ്ങളോട് എന്നവൻ നടക്കത്തില്ലെന്ന് നമ്മളെല്ലാം വിധി കൽപ്പിച്ചെടുത്തോണ്ട് അവൻ അക്കരെ എത്തി. അവൻ കടന്നു, ആ വിഷയങ്ങളെ അവൻ മറികടന്നു. പക്ഷെ നീ കടന്നാൽ നിനക്ക് പണി വാങ്ങിക്കും. കാരണം കടത്തിയ ഒരുവനുണ്ട്. വിശ്വാസത്തിലൂടെ അവർ ചെങ്കടലിലൂടെ നടന്നു അല്ലേ? റെഡ് സീ ഒരു വിഷയമല്ല, ഡാർക്ക്നെസ് ഒരു വിഷയമല്ല, തിരകൾ ഒരു വിഷയമല്ല, മലകൾ ഒരു വിഷയമല്ല. നമ്മുടെ മുൻപിലായിരിക്കുന്ന പർവ്വതങ്ങൾ സമനിലമായി മാറും. എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. വിശ്വാസത്തിലൂടെ അവർ ചെങ്കടൽ കടന്നു. മിസ്രൈമ്യർ അതുപോലെ ചെയ്തു. പക്ഷെ അവരെന്ത് ചെയ്തു? മുങ്ങിപ്പോയി കേട്ടോ. ഹല്ലേലൂയ. ഇത് നിന്നെ പരിഹസിക്കുന്ന, ഇത് നിന്നെ നിന്ദിക്കുന്ന, ഇത് നിന്റെ ചില മേഖലകളിൽ നീ തകർന്നു പോകുന്നു, നിന്നെ ചൊല്ലി വാദിക്കുന്ന ചില നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ മുങ്ങിത്തീരുന്നത് നീ കാണും. നിന്റെ നാശം കൊതിച്ചവരുടെ മുമ്പിൽ എന്റെ ദൈവം നിന്നെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. ബോധ്യമുള്ളവർ കരങ്ങളെ തട്ടി ദൈവത്തെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർന്നു പോകുമെന്നേ. എവിടെ? മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ എന്റെ അപ്പനായിരിക്കുന്നിടത്തോളം ഒരു ശക്തിക്ക് എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നീ ചെയ്യുന്നത് പോലെ അവരും ചെയ്തു നോക്കി, പക്ഷെ എന്ത് ചെയ്തില്ല? ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, അത് അവരുടെ നാശത്തിന് ഹേതുവായി മാറി. കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. എന്താ നിന്റെ വിശ്വാസത്തിന്റെ ബേസ്?
ആരെയാ വിശ്വസിക്കേണ്ടത്? വിശ്വാസത്തെ പറ്റി ഇപ്പൊ 2 ഭാഗം പറഞ്ഞല്ലോ. യോഹന്നാൻ 11-ാമത്തെ അധ്യായത്തിലും വായിച്ചു, എബ്രായർ 11-നും വായിച്ചു. ഓർത്തിരിക്കാൻ എളുപ്പമായി. യോഹന്നാൻ 11-നും വായിച്ചു, എബ്രായർ 11-നും വായിച്ചു. എന്ത് വായിച്ചു? വിശ്വാസത്തിന്റെ ബലം എന്താന്ന് വായിച്ചു. എന്താ വിശ്വാസം? ആരുള്ള വിശ്വാസം? യോഹന്നാൻ 1:14, യോഹന്നാൻ 1-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാട്ടെ. യോഹന്നാൻ 1-ാം അധ്യായം 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവുമായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനവന്റെ തേജസ്സായി കണ്ടു. ദൈവത്തിന്റെ ഗ്ലോറിയായി ഞങ്ങളതിനെ കണ്ടു. പിടികിട്ടുന്നുണ്ടോ? സകലത്തിനും ആധാരമായ വചനം ജഡമെടുത്തി പ്രപഞ്ചത്തിൽ കൃപയും സത്യവുമായി വന്ന് പാർത്തു. അവനെ ഏൽപ്പിച്ച ദൗത്യം അവൻ പൂർത്തിയാക്കി. ഞങ്ങൾ അവനിൽ ദൈവത്തിന്റെ തേജസ്സിനെ കണ്ടു. ഏകജാതനായവന്റെ തേജസ്സിനെ ഞങ്ങൾ അറിഞ്ഞു. അറിഞ്ഞവർ മാത്രം കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ലോകം കണ്ട കാഴ്ചയല്ല ഞങ്ങൾ കണ്ടത്. ലോകത്തിന് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നാറ മകനായി, ഇന്ന പണി ചെയ്ത്, ഇന്ന കുലത്തിൽ ജനിച്ച, ഇന്ന വർഗത്തിൽ, ഇന്ന ഗോത്രത്തിൽ ജനിച്ച ഇന്ന വ്യക്തി. പക്ഷേ ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ ആരംഭം മുതലേ ഉള്ളവൻ, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവൻ, ഹല്ലേലൂയ, വചനമായവൻ ജഡമെടുത്ത് ഈ പ്രപഞ്ചത്തിൽ കൃപയും സമാധാനവുമായി നമ്മളിടയിൽ വന്നു പാർത്തു. സകലതും അവൻ മുഖാന്തരം ഉളവായി, ഒന്നും അവനെ കൂടാതെ അല്ല ഉളവായത്. ഹല്ലേലൂയ. ഇപ്പൊ വിശ്വസിക്കുന്ന ആരെയാ? വചനമായ ദൈവത്തെ. നിന്റെ അവസ്ഥകളെ മാറ്റാൻ കഴിവുള്ള യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിന്റെ ജീവിതത്തിൽ വലിയ മറുപടികൾക്ക് കാരണമായി മാറും. ഇത് 20-ാമത്തെ അധ്യായം 29-ാം വാക്യം. യോഹന്നാൻ 20:29 വായിച്ചാണ്. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞാന്നറിയാം? അതിന് വെളിക്കിടപ്പുണ്ട്. ആരോടാ? തോമസിനോട്. നീ എന്നെ കണ്ടതുകൊണ്ടാ വിശ്വസിച്ചത്. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ശിഷ്യന്മാർ കണ്ടു, അറിഞ്ഞു, തൊട്ടു, അനുഭവിച്ചു. ഇന്ന് ഈ സഭകളിലിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല കർത്താവെ, പക്ഷേ ഞാൻ യേശു കർത്താവിനെ ഇതുവരെ ഒന്നും കാണാൻ ഇടയായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ വിശ്വസിക്കുകയാണ്. എന്റെ ബന്ധനങ്ങൾ ഇന്ന് അഴിയും, എന്റെ കെട്ടുകൾ ഇന്ന് പൊട്ടും, എന്റെ രോഗങ്ങൾക്ക് ഇന്ന് ഹല്ലേലൂയ സൗഖ്യം വരിക തന്നെ ചെയ്യും. ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന് മറുപടി ഉണ്ടാകുമെന്ന് കാണാതെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ മറുപടികൾ ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. അവരെ കുറിച്ച് വചനം പറയുന്നു, അവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. കൊലോസ്യൻസ് 1-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ. കൊലോസ്യൻസ് 1:26-27 വാക്യങ്ങൾ. കൊലോസ്യൻസ് 1:26-27 വാക്യങ്ങൾ. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നിരുന്ന മർമ്മം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ച വിഷയമാണ്. പൂർവ്വകാലങ്ങൾക്ക് തലമുറകൾക്ക് മറഞ്ഞു കിടന്നിരുന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ആരുടെ വിശുദ്ധന്മാർക്ക്? യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാർക്ക്. അപ്പൊ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വിശ്വസിക്കുന്നവനാ വിശുദ്ധൻ. കർമ്മമാർഗത്തിൽ നിൽക്കുന്നവനല്ല. അങ്ങനെയാണ് യഹൂദന്മാരെല്ലാം ആരായിരുന്നു? ആ കാലഘട്ടത്തിൽ യഹൂദന്മാരെല്ലാം വിശുദ്ധന്മാരായി പൗലോസ് പ്രഖ്യാപനം നടത്തിയോ? ഇല്ല. ക്രിസ്തു എന്ന മർമ്മത്തിൽ നിറഞ്ഞവനാ വിശുദ്ധൻ. അവനാണ് വിശുദ്ധൻ. അവരോട് ജാതികളുടെ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നത് തന്നെ. എന്താ ചുമ്മാ ഒരുത്തരെ ചൂണ്ടിക്കാണി ഇതിന്റെ അകത്ത് ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടെ അതിവിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയസ്
ഫനാറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു മത തീവ്രവാദി അത് സഹിക്കൂ. അതിൻ്റെ പരിപാടിയുടെ ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ ഇന്ന രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി പ്രമാണിച്ച് ഞങ്ങൾ ഇന്ന രീതിയിൽ വിശുദ്ധരായിരിക്കുന്ന ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പം അവൻ്റെ അകത്ത് ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അത് തന്നെ അന്നത്തെ യഹൂദന്മാർക്ക് പറ്റിയത്. യഹൂദന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? പൗലോസിന്റെ ടീച്ചിങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ജാതികളോട് പോയി പൗലോസ് പറയാണ് ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു. അതിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്കുകൾ വേഗം വായിച്ചാണ്. 15 മുതൽ 19 വരെയുള്ള വാക്കുകൾ. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും, യേശു കർത്താവ് അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദർശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മുഖാന്തരവും അവനായിട്ടും യേശുക്രിസ്തു മുഖാന്തരവും യേശുക്രിസ്തുവിനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവനും അവൻ സർവത്തിനും ആധാരമായവനും അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും. കേട്ടോ, സർവസമ്പൂർണത എവിടെ ഇരിക്കുന്നത്? ദൈവത്തിന്റെ ഗ്ലോറി എവിടെ? യേശുക്രിസ്തു. സകലത്തിന്റെ ആധാരമായി സകലത്തെ മുളവാക്കിയ യേശുക്രിസ്തുവിനെയാണ് നീ ആശ്രയിക്കുന്നതെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. സകല അസാധ്യങ്ങളും സാധ്യമായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തില്ല. നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളകത്ത് ഒരു മറുപടി യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആരൊക്കെ നിന്നെ ഏതൊക്കെ തരത്തിൽ അപമാനിച്ചാലും, നീ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ്, നിന്നെപ്പറ്റി സത്യം ചെയ്താലും, നോ, ഡോണ്ട് വറി. ആ ഒരു മനോഭാവത്തോടെ ഞാൻ അതിനെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നീതീകരിക്കുന്നത് വ്യക്തികളല്ല, നീതീകരിക്കുന്ന കർത്താവ്. വീട്ടുന്നുണ്ടോ? നീതീകരിക്കുന്നത് കർത്താവ്, വ്യക്തികളുടെ സർട്ടിഫിക്കറ്റല്ല നിന്നെ നീതീകരിക്കുന്നത്. ഹല്ലേലൂയ. ദുഷ്ടന്റെ വാക്കല്ല നിന്റെ അടിസ്ഥാനം. ദൈവത്തിന്റെ മഹത്വമായിരിക്കട്ടെ. കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കുക. അരുമനാഥ യേശുവപ്പ, അങ്ങയുടെ മഹത്വത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്താലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഇവർ നിറയേണ്ടതിന് കർത്താവേ, അങ്ങയുടെ മഹത്വം ഇവർ അനുഭവിച്ചറിയേണ്ടതിന് തടസ്സമായി ഇവരുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന സകല കല്ലുകളും ഉരുണ്ടു മാറും. ഇവരുടെ ചിന്തയിൽ കാഴ്ചപ്പാടിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള അവിശ്വാസത്തിന്റെ സകല സാന്നിധ്യങ്ങളും മാറട്ടെ. പൂർണ്ണമായി വിശ്വസിക്കുവാൻ, കർത്താവിന്റെ ജീവിതത്തിൽ വലുത് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് അങ്ങയുടെ കരം ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. സാക്ഷ്യങ്ങളെ ഉറപ്പിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. എന്റെ കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് മിനിസ്റ്റർ ദ റൈറ്റസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ.